നീ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇവിടെ കൊടികെട്ടി സമരം ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നല്ലോ. അല്ല, അതാണോ നിന്റെ ഉദ്ദേശം? ഏതായാലും കമ്പനി അടച്ചു പൂട്ടുന്നൊരു സിറ്റുവേഷനിലോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തൊഴിലാളികളെ കൂട്ടി സമരം ചെയ്യേണ്ടി വന്നാ അതും ഞാൻ ചെയ്യും. പാർവതി പ്ലീസ്, നീ ഇപ്പൊ ഒന്ന് കൂളാവ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ തർക്കിച്ചിട്ടോ പരസ്പരം പഴിച്ചാരിയിട്ടോ ഒരു കാര്യമില്ല. ഈ അവസരത്തിൽ നമ്മൾ അമ്മയോടൊപ്പം നിൽക്കണം, അമ്മയ്ക്ക് പിന്തുണ കൊടുക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കമ്പനിയുടെ ഉത്തരവാദിത്തം അമ്മയ്ക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഉത്തരവാദിത്വം അമ്മയ്ക്ക് വലിയൊരു ഭാരമായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ ഭാരം ലഘൂകരിക്കാൻ നമ്മൾ അമ്മയെ ഹെൽപ്പ് ചെയ്യണം. അല്ലമ്മേ, പുതിയതായി ഒരു കമ്പനി സെക്രട്ടറിയെ വിനയ് നിയോഗിച്ചിട്ടുണ്ടല്ലോ. ആ കമ്പനി സെക്രട്ടറി എന്താ അവിടെ ചെയ്യുന്നത്? എനിക്കൊന്നും അറിയില്ല മോനെ. നീ പറഞ്ഞത് വാസ്തവമാ. എനിക്കെന്റെ ഉത്തരവാദിത്വം എനിക്ക് കറക്റ്റ് ആയിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നില്ല. റിയെ കൊണ്ടാണെങ്കിൽ കാര്യമായിട്ടുള്ള പ്രയോജനവും ഇല്ല. ഒരു കണക്കിന് ഈ നഷ്ടത്തിനൊക്കെ കാരണക്കാരി അവളാണെന്ന് തന്നെ പറയാം. ആ മോനെ, മോനൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കാം. ഞാൻ അതിനനുസരിച്ച് നീങ്ങാം. ആ ഫയലുകളൊക്കെ എന്റെ ക്യാബിനിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നീ പോയി അതെടുത്ത് പരിശോധിക്ക. ശരിയമ്മേ, ഞാനൊന്ന് നോക്കട്ടെ. പാർവതി, ഞാനതൊന്ന് പരിശോധിച്ചിട്ട് വരാം. എടീ, നീ എന്ത് കരുതി വിശാലിനെ എനിക്കെതിരെ തിരിക്കാമെന്നോ? അതൊരിക്കലും സാധിക്കില്ലടി. അവനെ ഞാൻ എന്റെ കൈവെള്ളലിട്ട് തിരിക്കും. അതിനുള്ള ബുദ്ധിയും തന്ത്രവും ഒക്കെ എനിക്കുണ്ട്. പിന്നെ നീ അരവിന്ദനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാനാ പോകുന്നത്? ഗായത്രി ദേവിയുടെ കൊലപാതകം പുനരന്വേഷിപ്പിക്കാൻ പോന്നോ? പാർവതി, എത്ര പുനരന്വേഷണം നടത്തിയിട്ടും കാര്യമില്ല. അത് പോലീസ് വൈൻഡപ്പ് ചെയ്ത കേസാണ്. അതിനപ്പുറം ഒരു തുമ്പോ തെളിവോ അരവിന്ദിന് കിട്ടാൻ പോകുന്നില്ല. ഇതേ അരവിന്ദ് നടത്തുന്ന ഒരു പാഴ്വേലയാണ്. സത്യം ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. സത്യം ഒരു ദിവസം പുറത്തു വരും പ്രഭാവതിയമ്മ. ഞാനത് പുറത്തു കൊണ്ടുവന്നിരിക്കും. അത് എന്റെ നിയോഗം. ആ നിയോഗം ഞാൻ നിറവേറ്റിയിരിക്കും. നമുക്ക് കാണാവിടി. കാണാം.